സുഭാഷ്, അങ്ങനെ സേഫായ വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. കൊച്ചി മെട്രോ പില്ലറിൽ ഒരാഴ്ചയായിട്ട് കുടുങ്ങിക്കിടന്ന പൂച്ചയെ ഒടുവിൽ രക്ഷപ്പെടുത്തി. മെട്രോ സർവീസ് അവസാനിച്ചതിന് ശേഷം രാത്രി 12 മണിയോടെയാണ് രക്ഷാദൗത്യം പുനരാരംഭിച്ചത്. 1:30 പൂച്ചയെ രക്ഷപ്പെടുത്തി താഴെയെത്തിക്കാൻ സാധിച്ചു. ബിനിലുണ്ട് ഈ രക്ഷാദൗത്യത്തിന്റെ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പങ്കുവെക്കുന്നതിന് വേണ്ടി. ബിനിൽ, അങ്ങനെ ഇന്നലെ രാവിലെ 11:30 തുടങ്ങിയ ദൗത്യം ഒടുവിൽ ഇന്നലെ രാത്രി, അതായത് ഇന്ന് പുലർച്ചെ 1:30 അവസാനിക്കുമ്പോൾ സുഭാഷ് അങ്ങനെ സേഫായി എന്നുള്ള ഏറ്റവും സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ് പങ്കുവെക്കാനുള്ളത്. നമ്മൾ കണ്ടതാണ്, അതീവ ദുഷ്കരമായിട്ടുള്ള രക്ഷാദൗത്യമായിരുന്നു. പല തടസ്സങ്ങളും പ്രതിസന്ധികളും അതിജീവിച്ചാണ് ഒടുവിൽ സുഭാഷിനെ നമ്മൾ രക്ഷപ്പെടുത്തിയത്. എന്താണ് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ബിനിൽ? ഉമൈബാൻ, കൊച്ചി മെട്രോ കണ്ട ഏറ്റവും ദൈർഘ്യമേറിയ ഒരു പൂച്ച ദൗത്യം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. കാരണം കൊച്ചി മെട്രോയുടെ പില്ലറുകളിലൊക്കെ പലപ്പോഴും ഈ പൂച്ചകൾ അബദ്ധത്തിൽ അകപ്പെടുകയും അതിനെയൊക്കെ രക്ഷിച്ചെടുക്കുകയൊക്കെ ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ ഇതിനു മുൻപും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്നലെ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന് മുന്നിലെ, അതായത് കൊച്ചി മെട്രോയുടെ ഹെഡ് ഓഫീസുള്ള ആ സ്റ്റേഷന്റെ തൊട്ട് മുന്നിലാണ്, പില്ലറിലാണ് ഈ പൂച്ച കുടുങ്ങിയത്. ഈ പൂച്ചയെ ഏതാണ്ട് 3 പ്രാവശ്യം ആണ് രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടന്നത്. 3ാമത്തെ ദൗത്യമാണ് വിജയിച്ചത്. ഉച്ചയ്ക്ക് ഒരു ശ്രമം നടത്തി, പക്ഷേ അത് വിജയം കണ്ടില്ല. കാരണം ആ പൂച്ച ആ പില്ലറിനിടയിലേക്ക് മാറിപ്പോയി. അതോടൊപ്പം തന്നെ ഈ മെട്രോയുടെ സർവീസ് നിർത്തിവെച്ചാൽ മാത്രമേ രക്ഷാ പ്രവർത്തനം അവിടെ സാധ്യമാവുകയായിരുന്നു ഉള്ളൂ. കാരണം ഫയർഫോഴ്സിന്റെയും റെസ്ക്യൂ ടീമിനൊക്കെ ആ പില്ലറിനകത്തേക്ക് കയറണമെങ്കിൽ അവിടെ വൈദ്യുതി പ്രവഹിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മെട്രോ സർവീസ് നിർത്തിവെച്ച് മാത്രമേ അതിന് സാധ്യമാകുകയുള്ളൂ. 2 തവണ അതിനുള്ള ശ്രമം നടത്തി. പക്ഷേ കൂടുതൽ നേരം മെട്രോ സർവീസ് നിർത്തിവെക്കാൻ കഴിയാത്തത് കൊണ്ട് ആ 2 ശ്രമങ്ങളും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. പൂച്ചയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അതിനിടയിൽ ഒരു തവണ പൂച്ചയ്ക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളവും ഒക്കെ എത്തിച്ചു നൽകി. കാരണം ഒരാഴ്ചയിലേറെയായി പില്ലറിനിടയിൽ കുടുങ്ങിക്കിടന്ന ഭക്ഷണവും വെള്ളവും ഇല്ലാതെ അവശ്യ നിലയിലായിരുന്നു പൂച്ച. പക്ഷേ രാത്രി 11:30 ആ ദൗത്യം പുനരാരംഭിക്കുമ്പോൾ റെസ്ക്യൂ ടീമിന് മുന്നിൽ കൃത്യമായ പ്ലാനിംഗ് ഉണ്ടായിരുന്നു. ആ പ്ലാനിങ്ങിലാണ് അവർ വിജയിച്ചത്. ആദ്യം ഈ പൂച്ചയെ നേരിട്ട് കണ്ടുപിടിച്ച് താഴെ എത്തിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ കൂട് സ്ഥാപിച്ചു പോരുക, അതായിരുന്നു അവരുടെ ഉദ്ദേശം. പക്ഷേ കൂട് ആദ്യം വെച്ചു. കൂട് വെച്ച് പോരാൻ ശ്രമിക്കുന്നതിനിടയിൽ തന്നെ പൂച്ചയെ കണ്ടു. പൂച്ചയെ രാത്രി 1:30 താഴെ ഇറക്കാൻ കഴിഞ്ഞത്. ഈ പൂച്ച ഏതെങ്കിലും സാഹചര്യത്തിൽ താഴേക്ക് ചാടിയാൽ അതിനെ വീണ് പരിക്കേൽക്കാതിരിക്കാൻ താഴെ വലയൊക്കെ വിരിച്ച് ഗതാഗത നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഈ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തിയത്. അതായത് ഒരു സാധാരണ ഒരു മനുഷ്യ ജീവൻ രക്ഷിക്കാൻ നടത്തുന്ന അതേ ശ്രമങ്ങളാണ് കഴിഞ്ഞ ഒരു 7-10 മണിക്കൂർ നേരം, അതായത് ഇന്നലെ ഉച്ച മുതൽ ഇന്ന് പുലർച്ചെ 1:30 വരെയുള്ള സമയത്ത് കൊച്ചിയിൽ നടന്നത്. എന്തായാലും പൂച്ചയെ സുരക്ഷിതമായി താഴെ ഇറക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം. നമ്മൾ ഏതൊരു ജീവനെയും ഒരേ വിലയോടെ കാണുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി അതിനെ കാണുകയും ചെയ്യാം. അതെ ബിനിൽ, നമ്മൾ എന്തായാലും ഒരിക്കലും ഒരു സഹജീവി സ്നേഹത്തിന്റെ ഇതുപോലെയുള്ള ഉദാത്തമായിട്ടുള്ള മാതൃകകൾ ഒരുപാട് മുന്നിൽ എത്തിച്ചവരാണ് നമ്മൾ കേരളീയർ, മലയാളികൾ. ഇന്നലെ കൊച്ചിയിൽ നമ്മൾ കണ്ടതും അത്തരത്തിൽ അസാധാരണമായിട്ടുള്ള ഒരു രക്ഷാദൗത്യമായിരുന്നു. ആ രക്ഷാദൗത്യത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്.